ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെതിരെ ആക്രമണം. ഒന്നിലധികം തവണ കുത്തേറ്റ നടനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്നും പ്രേംലാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രേംലാൽ, വസതിയിൽ അതിക്രമിച്ചു കയറി ഒരു കള്ളനുമായി ഒരു സംഘർഷം നടക്കുകയും അതിനിടയിലാണ് സെയ്ഫ് അലി ഖാൻ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, ഇന്ന് പുലർച്ചെയാണ് നഗരത്തെ ഞെട്ടിച്ചൊരു സംഭവം നടന്നത്. ഏകദേശം 2:30 മണിയോട് കൂടിയാണെന്നാണ് പോലീസ് പറഞ്ഞത്. മുംബൈയിലെ നടന്റെ ബാന്ദ്രയിലുള്ള വസതിയിലേക്ക് അതിക്രമിച്ചു കയറിയ അജ്ഞാതനാണ് പലതവണ പരിക്കേൽപ്പിച്ചത്. മോഷ്ടാവ് മൂർച്ചയേറിയ ആയതുകൊണ്ടായിരുന്നു ആക്രമിച്ചത്. തുടർന്ന് താരത്തെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ശരീരത്തിൽ 6 മുറിവുകളുണ്ടെന്നും 2 എണ്ണം ഗുരുതരമാണെന്നുമാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ അപകടനില തരണം ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട്. സംഭവം നടക്കുമ്പോൾ 4-5 പേർ നടന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൽ നടന്റെ ആരോഗ്യനിലയിൽ ആരാധകരും സിനിമാ ലോകം വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂർ വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാന്ദ്രയിലെ ഫ്ളാറ്റിന്റെ 11ാം നിലയിലാണ് സെയ്ഫ് അലി ഖാൻ താമസിച്ചിരുന്നത്. ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കയറിയ അജ്ഞാതൻ വീട്ടിലെ ജോലിക്കാരിയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് ശബ്ദം കേട്ട് പുറത്തു വന്ന നടൻ സംഭവത്തിൽ ഇടപെട്ടത്. ആക്രമണിയോട് സംസാരിക്കുന്നതിനിടെ അധികം ശാന്തനാകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് പ്രകോപിതനായ കള്ളൻ സെയ്ഫ് അലി ഖാനെ ഒന്നിലധികം തവണ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് മുംബൈ പോലീസ് പറഞ്ഞത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീട്ടിലുണ്ടായത് കവർച്ച ശ്രമമാണോ എന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ നടൻ ഇപ്പോൾ കുറച്ചു മുമ്പ് പ്രതികരിച്ചത് മാധ്യമങ്ങളോടും ആരാധകരോടും ശാന്തരായിരിക്കണം, അന്വേഷണം നടക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ശരി.